1980 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മലയാളി തുടരുന്ന ഒരു ശീലമാണ് രണ്ട് മുന്നണികളെയും മാറി മാറി പരീക്ഷിക്കുക എന്നത്. എന്നാൽ 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അതിനൊരു മാറ്റം വന്നത്. അതിന്റെ ഭാഗമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ? വീണ്ടും തുടർ ഭരണം ലഭിക്കുമെന്നുള്ള സൂചനകളാണ് ഇടതുവിരുദ്ധത മാത്രം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മനോരമയും മാതൃഭൂമിയും നടത്തിയ അഭിപ്രായ സർവേകളിലടക്കം തെളിഞ്ഞു വരുന്നത്. ഇതിനെ മറികടക്കാനുള്ള പെടാപ്പാടിലാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് സത്യം പറഞ്ഞിട്ട് മാസങ്ങളായി. പച്ച നുണകൾ മാത്രം പറഞ്ഞ് കനകോലു സിദ്ധാന്തം നടപ്പിലാക്കാനാണ് മൂപ്പരുടെ ശ്രമം. അധികാരത്തിലെത്തിയാൽ നിയോ മോഡൽ കേരളം സൃഷ്ടിക്കുമെന്നാണ് നുണേഷൻ ഇപ്പൊ പറയുന്നത്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടിവിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ഡോക്ടർ അരുൺ കുമാർ പ്രതിപക്ഷ നേതാവിന്റെ നിയോ മോഡലിനെ എടുത്തിട്ട് അലക്കി ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്. കൂടാതെ സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രി പിണറായിയെ കുറിച്ചും വസ്തുനിഷ്ഠമായ അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നുണ്ട് ഡോക്ടർ അരുൺ കുമാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ അനുഭാവികളെയും സംബന്ധിച്ച് വളരെ ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം അത് കേന്ദ്രത്തിലും നമ്മളുടെ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരിൽ നിന്നാണ് രാജ്യസഭയിലേക്കും അംഗങ്ങൾ ഉണ്ടാവുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ പ്രകടനം രാജ്യസഭയിൽ കേരളത്തിലെ ഏതൊരാളും വിലമതിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നേരത്തെ വന്ന 2 പ്രതികരണങ്ങൾ കൂടി പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കടുത്ത ഉപതെരഞ്ഞെടുപ്പുകളോട് കൂടി കണക്കെടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിന്റെ കണക്ക് നമുക്ക് എടുക്കാം. ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ എത്ര ഇടത് സീറ്റുകൾ UDF പിടിച്ചെടുത്തു? ഉപതെരഞ്ഞെടുപ്പിൽ ആകെ ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്കുണ്ടായിരുന്ന സീറ്റ് പിടിച്ചെടുത്തത്. ഏതാ? നിലമ്പൂർ. യഥാർത്ഥത്തിൽ നിലമ്പൂർ ഇടതുമുന്നണിയുടെ സീറ്റായിരുന്നോ? നിലമ്പൂർ കോൺഗ്രസിന്റെ അനുകൂലമായിട്ടുള്ള സീറ്റായിരുന്നു. അവിടെ PV Anwar എന്ന സ്വതന്ത്രനെ മത്സരിപ്പിക്കുക വഴിയാണ് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. PV Anwar അപ്പുറത്തേക്ക് പോകുന്നു, ആ സീറ്റ് അപ്പുറത്തേക്ക് മറിയുന്നു. അതിനും അപ്പുറം ഇടതുമുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ചേലക്കര ആയിരുന്നല്ലോ. ചേലക്കരയിൽ ആരാ വിജയിച്ചത്? ചേലക്കരയിൽ എന്തുകൊണ്ടാണ് ഇടതുമുന്നണി വിജയിച്ചത്? വലിയ തരത്തിലുള്ള വേവ് ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കര മറിയേണ്ടതല്ലേ? മറിഞ്ഞിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു വേവ് ഇനിയും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ മലയാളിയുടെ ഒരു പൊളിറ്റിക്കൽ ഈഗോയുണ്ട്. കേരളത്തിൽ 1980 ശേഷം സർക്കാരുകളെ മാറി മാറി പരീക്ഷിക്കുന്നത് മലയാളിയുടെ ഒരു പൊളിറ്റിക്കൽ ഈഗോയാണ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഗവൺമെൻറ് വരുമെന്നും നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ വിമർശനാത്മകമായി വിലയിരുത്തി കൂടുതൽ പ്രതീക്ഷയോടുകൂടി അടുത്ത സർക്കാരിനെ നോക്കിക്കാണുന്ന ഒരു രീതി 80കൾ മുതലുണ്ട് എന്നുള്ളത് ആലോചിക്കണം. നോക്കൂ, 1980 മുതൽ ഉണ്ടായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നത് 2021 ആ 2021 ഒരു ഭരണ തുടർച്ച വേണമെന്ന് മലയാളി തീരുമാനിച്ചത് അവൻ്റെ ഈഗോയ്ക്കും അപ്പുറം സ്റ്റേറ്റിനെ അവൻ ഫീൽ ചെയ്തതുകൊണ്ടാണ്. ഭരണകൂടത്തെ അവൻ അറിഞ്ഞതുകൊണ്ടാണ്. അറിഞ്ഞത് എങ്ങനെയാണ്? അവിടെ മുഖ്യമന്ത്രി ഒരു കരുതലായിട്ടുണ്ടാവുന്നു, സ്റ്റേറ്റ് ഒരു കരുതലായിട്ടുണ്ടാവുന്നു. എല്ലാ ക്രൈസിസിലും കേരളത്തിൽ മാത്രമാണ് ചീഫ് മിനിസ്റ്ററിനെ ക്രൈസിസ് മാനേജർ എന്ന പേരുള്ളത്. ക്രൈസിസ് മാനേജറാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും കൂടി അംഗീകരിച്ചതാണ്. ഒന്നൊറ്റക്കെട്ടായി നിന്നാണ് നമ്മൾ വലിയ പ്രതിസന്ധികളെ താണ്ടിയത്. ഒരു ക്രൈസിസ് മാനേജറാണ് പിണറായി വിജയൻ എന്നുള്ളതായിരുന്നു 2021 മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ പ്ലസ് പോയിന്റുകളിലൊന്ന്. അതിനെ മറികടന്നത് എന്താ? ശക്തമായി സർക്കാരിനെതിരെ സ്വർണ്ണക്കൊള്ളയുടെ പേരിലുള്ള പ്രചണ്ഡ പ്രചരണം അഴിച്ചുവിട്ട പ്രതിപക്ഷത്തിൻ്റെ തരംഗത്തെ അതിജീവിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് 2016 നേടിയ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുന്നത്. ആ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം ബോധ്യമായി, മലയാളിയുടെ പൊളിറ്റിക്കൽ ഈഗോയ്ക്കും അപ്പുറം മലയാളി രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നതും സർക്കാരുകളെ വിലയിരുത്തുന്നതും ഒരു പ്രത്യേക പാറ്റേണിലാണ്. നോക്കൂ, 2011 2006 ശേഷം കേരളത്തിൽ UDF വേവ് ഉണ്ടായിട്ടില്ലെന്നേ. 2006 ശേഷം എവിടെയാ UDF വേവ് ഉണ്ടായിരുന്നത്? 2011 UDF വേവ് ഉണ്ടായിരുന്നു. 2 സീറ്റിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അത് എന്തുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്? അന്ന് ഇടതുമുന്നണിക്കുള്ളിൽ വിശിഷ്യ CPM-നുള്ളിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്നാണ് പല സീറ്റുകളും നഷ്ടപ്പെടുന്നത്. അതല്ലെങ്കിൽ VS അച്യുതാനന്ദന് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു. ആ ഭരണ തുടർച്ചയിൽ ഒരുപക്ഷെ 2011 VS വരുമായിരുന്നു. VS-ഉം പിന്നീട് 2016 2021 ഇപ്പോൾ 2006 ശേഷം കേരളത്തിലെ നിയമസഭയിലേക്കുള്ള രാഷ്ട്രീയ മത്സരം എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അവിടെയാണ് മത്സരിക്കാൻ പോകുന്നത്. എന്നാൽ അവിടെ ഒരു ലെതാർജി ഇല്ലേ? അതായത് ഒരു മടുപ്പ് രൂപപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ മടുപ്പിൻ്റെ പുറത്താണ് ആൻറ്റി ഇൻകുംബൻസി വർക്കൗട്ട് ചെയ്യുന്നത്. എന്താണ് ആൻറ്റി ഇൻകുംബൻസിക്ക് പറഞ്ഞ കാര്യം? നേരത്തെ PSC-യുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയത് ഏത് സർക്കാരിൻ്റെ കാലത്താണ്? 1ാം പിണറായി സർക്കാരിൻ്റെയും 2ാം പിണറായി സർക്കാരിൻ്റെയും കണക്കുകൾ പരിശോധിച്ചാൽ മൊത്തം PSC നിയമനം 3,02,202 ഒരു വർഷം 31,815, ഒരു മാസം 2,651, ഒരു ദിവസം 87. ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ UDF കാലവുമായിട്ട് കമ്പയർ ചെയ്യണം. നേരെ പകുതി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? LDF-ന്റെ കാലമാകുമ്പോൾ ശരിയാണ്, LP അസിസ്റ്റന്റിന്റെ കാര്യത്തിലും ചില ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യയിലെ PSC നിയമനങ്ങൾ നോക്കുമ്പോഴും UPSC നിയമനങ്ങളെ നോക്കുമ്പോഴും പകുതിയിലേറെ നടന്നിരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനത്താണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് എന്നുള്ളത് കാണണം. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടതിൻ്റെ രാഷ്ട്രീയം ഇന്ന് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അല്ല എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ 2 വാദങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ കടമെടുക്കാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കിനകത്തൊരു അപകടം
അപകടമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏത് കേരളത്തെ സൃഷ്ടിക്കുന്നുവെന്ന, ഏത് കേരള മോഡൽ സൃഷ്ടിക്കുന്നുവെന്ന, നിയോ മോഡൽ കേരള സൃഷ്ടിക്കുന്നുവെന്നാണ്. നിയോ കേരള മോഡൽ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. തോമസ് ഐസക്കിന്റെ വിശദമായ പോസ്റ്റ്. തോമസ് ഐസക് പറയുമ്പോൾ അതിനകത്ത് വളരെ വിശദമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയോ എന്ന വാക്ക് രണ്ട് അർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കും. പോസിറ്റീവായിട്ട് നമ്മൾ ഇപ്പോൾ നിയോ പോസിറ്റിവിസം എന്ന സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു ശാസ്ത്രശാഖയുണ്ട്. നിയോ നെറ്റൽ ബേബി എന്ന് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ. അപ്പോൾ നിയോ എന്ന് പറയുന്നത് ശാസ്ത്രമേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണെങ്കിൽ സോഷ്യൽ സയൻസിൽ വിശിഷ്യ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിയോ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അതിനൊരു പരിഹാസദ്വിതിയുണ്ട്. അതിനെ ഒരു ആക്ഷേപപരമായിട്ടുള്ള രീതിയിലും വിമർശനാത്മകമായിട്ടും ഉപയോഗിക്കും. ഉദാഹരണത്തിന് നിയോ ലിബറലിസം എന്നുള്ള വാക്കാണ്. തോമസ് ഐസക് അത് വ്യക്തമായി പറയാൻ പോകുന്നു. അതെനിക്ക് പ്രേക്ഷകരോട് പറയേണ്ടത് അതെങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ 5 ഗ്യാരണ്ടികളിലും പ്രതിഫലിക്കുന്നത് എന്നുള്ളത്. ഞാൻ രണ്ട് കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഇതിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കണം. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാചോടാപം കൊണ്ട് ഇതിനെ മറികടന്നിട്ട് കാര്യമില്ല. UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയും രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുകയും ചെയ്ത 5 പദ്ധതികളുടെ പിന്നിലുള്ള രാഷ്ട്രീയ തത്വശാസ്ത്രം എന്താണ്? അത് കൃത്യമായും നിയോ ലിബറലായിട്ടുള്ള ആശയമാണ്. അത് കേവലം നിയോ എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് കൊണ്ടല്ല. നിയോ കേരള മോഡൽ എന്താണ് അതിനർത്ഥം? ഇപ്പോൾ കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ? നവകേരളം. അതും നിയോ കേരളവും തമ്മിൽ എന്താ വ്യത്യാസം? ആ വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? കാര്യം LDF ബ്രാൻഡ് ചെയ്തു ആ വാക്ക്. അത് LDF സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് നവകേരള പദ്ധതികൾ ഓരോന്നായിട്ട് വരുന്നു. അവിടെ UDFന് നവകേരളം എന്ന് ഇനി പറയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുത്ത വാക്ക് അദ്ദേഹത്തെ ഒരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചു. നിയോ കേരള മോഡൽ എന്ന് പറയുമ്പോൾ നിയോ ലിബറലായിട്ടുള്ള ഒരു ആശയം അതിനകത്തേക്ക് ഇഴുകിച്ചേർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ലിബറലിസത്തിന്റെ ഉയർന്ന രൂപം എന്ന മട്ടിലല്ല, ലിബറലിസത്തിന്റെ മാർക്കറ്റ് എക്കണോമിയുടെ കാലത്തെ വികൃതമായിട്ടുള്ള രൂപം എന്ന നിലയിലാണ് ന്യൂ ലിബറലിസത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. അത് ലിബറലിസത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം എന്നുള്ള അർത്ഥത്തിലല്ല. എന്തായിരുന്നു ലിബറലിസത്തിന്റെ ആശയം? ലിബറലിസത്തിന്റെ ആശയം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വെൽത്ത് ഓഫ് നേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ആഡം സ്മിത്ത് 18ാം നൂറ്റാണ്ടിൽ 1776 ആ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം നിലവിൽ വരുന്നതിനുള്ള ഒരു രീതിയായിരുന്നു യഥാർത്ഥത്തിൽ ലിബറലിസത്തിന്റെ കാതൽ. അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒരു ആശയമാണ്. ആ ഇൻഡിവിജ്വലിസത്തെ മാർക്കറ്റ് എക്കണോമിയുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വ്യക്തികളെ ഫ്യൂഡലിസത്തിന്റെ എല്ലാ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചിപ്പിക്കുക. അതിനൊരു വിമോചനത്തിന്റെ സ്വരം കൂടി ഉണ്ടായിരുന്നു ലിബറലിസത്തിന്. അതുകൊണ്ടാണ് ക്യാപിറ്റലിസത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്യൂഡലിസത്തെ മറികടന്ന് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു വിമോചന ശബ്ദമായിട്ടാണ് അവതരിക്കുന്നത്. എങ്ങനെ? ലിബറലിസത്തിന്റെ രൂപത്തിൽ. അങ്ങനെ വ്യക്തികളെ സ്വതന്ത്രമാക്കുമ്പോൾ മാർക്കറ്റ് എക്കണോമിയിൽ സ്റ്റേറ്റിനെ റെഗുലേറ്ററിന്റെ റോളിൽ നിർത്തിക്കൊണ്ടാണ് പോയിരുന്നത്. ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. അവിടെ മാർക്കറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്വതന്ത്രനാവുക, അവനൊരു സ്വതന്ത്രനായ തൊഴിലാളിയായി മാറുക എന്നതായിരുന്നു ലിബറലിസത്തിന്റെ കാതൽ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിയോ ലിബറലിസത്തിന്റെ കാലത്തേക്ക് വരുമ്പോൾ നോ സ്റ്റേറ്റ് ഓൺലി മാർക്കറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മിനിമം സ്റ്റേറ്റ് ഇന്റർഫറൻസ് എന്നുള്ളതാണ് നിയോ ലിബറലിസത്തിന്റെ കാതൽ. അവിടെ കോർപ്പറേറ്റ് മാർക്കറ്റ് എക്കണോമിയാണ് വിജയിക്കുന്നത്. അവിടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യമോ വ്യക്തിയുടെ അവകാശമോ അവിടെ ലിബറലിസം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇല്ലാതാവുകയും കോർപ്പറേറ്റുകളുടെയും മാർക്കറ്റ് എക്കണോമിയും ഫ്രീ മാർക്കറ്റ് ഡ്രിവൺ എക്കണോമിയിലേക്ക് അത് പോവുകയും ചെയ്യും. ഇതാണ് നിയോ ലിബറൽ എക്കണോമിയുടെ പ്രശ്നം. ഈ നിയോ ലിബറൽ എക്കണോമി അല്ലേ യഥാർത്ഥത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രശ്നം എന്താ? ഞാൻ ഇന്നലെ അത് ഒരു FB ഗ്രൂപ്പ് ആയിട്ടിരുന്നു. ഈ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു വിഷയം അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസ് 25 ലക്ഷം കൊടുക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹൗസ് ഹോൾഡിന് കൊടുക്കും. നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ 85 ലക്ഷത്തിലധികം ഹൗസ് ഹോൾഡ് ഉണ്ട്. കൃത്യമായ കണക്കുണ്ടെങ്കിൽ 90 ലക്ഷത്തോളം വരുമെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 77 ലക്ഷത്തിലധികം ഹൗസ് ഹോൾഡ്സ് കുടുംബങ്ങളുണ്ട്. വ്യക്തികൾക്കല്ല, കുടുംബത്തിലാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് 25 ലക്ഷം. ഇപ്പൊ 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം കാസ്റ്റ് അഷുറൻസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഇൻഷുറൻസ് അല്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇൻഷുറൻസ് വന്നാൽ നിങ്ങളൊരു സ്വകാര്യ ഏജൻസിയെ സമീപിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു പ്രീമിയം അടച്ച് അത് സാധൂകരിക്കണം. നോക്കൂ, ഒരു കുടുംബത്തിൽ അതായത് 70 വയസ്സിനും 60 വയസ്സിന് മുകളിലുള്ളവരുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രീമിയം സ്വാഭാവികമായി കൂടും. 70 വയസ്സിനും 80 വയസ്സും 90 വയസ്സും ഉള്ളവർ വാങ്ങുമ്പോൾ റിസ്കിന്റെ സാധ്യത അനുസരിച്ച് പ്രീമിയത്തിന്റെ തോതും കൂടും. അതാണ് ഒരു ഇൻഷുറൻസിന്റെ മാർക്കറ്റിന്റെ ലോജിക്ക്. പക്ഷേ ഇത്രയും അധികം വരുന്നത് കൊണ്ടും സ്റ്റേറ്റ് തന്നെ ഏജൻസി ആയിട്ട് വരുന്നത് കൊണ്ടും കോമ്പറ്റീറ്റീവ് ബിൽഡിംഗിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ഏറ്റവും കുറഞ്ഞ പ്രീമിയം നിശ്ചയിച്ചാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് 15,000-ൽ താഴെ വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ 15,000-ൽ താഴെ സ്റ്റേറ്റ് പ്രീമിയം കൊടുത്ത് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും ഏർപ്പെടുത്തുമ്പോൾ എത്ര വരും എന്നുള്ളതിന്റെ കണക്ക് നില ഞാൻ കൂട്ടി. മൊത്തം അത് 12,750 കോടി രൂപ വരും. 85 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ ഇൻഷുറൻസിന് വേണ്ടി 15,000 രൂപ ഒരു വർഷം സ്റ്റേറ്റ് പ്രീമിയമായിട്ട് അടച്ചാൽ അതിൽ തുക 12,750 കോടി രൂപ വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയോ കേരളത്തിലെ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് എത്രയാണെന്ന്? കേരളത്തിന്റെ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത് കഴിഞ്ഞ വർഷം അത് 10,431 കോടി രൂപയാണ്. 10,431 കോടി രൂപയുടെ ബഡ്ജറ്റ് ആരോഗ്യ മേഖലയ്ക്ക് നമുക്കുള്ളൂ. അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് 12,750 കോടി രൂപയുടെ പ്രീമിയം അടയ്ക്കാൻ പോകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ പോകുന്നു. ആരോഗ്യ മേഖലയിൽ മൊത്തം 10,000 കോടിയേ ഉള്ളൂ.
അവിടെയാണ് 12,000 കോടിയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നു. എങ്ങനെ? പ്രീമിയത്തിന്റെ മാത്രം കണക്കിലെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനാണോ? അല്ല എന്നത് വ്യക്തമല്ലേ? എവിടെയാണ് മെഡിക്കൽ കോളേജുകളുടെ ശക്തീകരണം നടക്കുക? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ 90% ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളായിട്ട് മാറിയിട്ടില്ലേ? അത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടിക തന്നെ ഇപ്പോൾ മികച്ച ക്ലിനിക്കുകളായിട്ട് മാറിയിട്ടില്ലേ? മൊഹല്ല ക്ലിനിക്കിന്റെ മാതൃകയിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികളെ നവീകരിച്ചില്ലേ? കാത്ത് ലാബുകൾ കൊണ്ടുവന്നില്ലേ? മെഡിക്കൽ കോളേജുകൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പ്രവർത്തിച്ചില്ലേ? ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും? 10,000 കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. അപ്പോൾ പറയും ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പണം നീക്കിവെക്കാം. ഏത് മേഖലയിൽ എവിടെ നിന്ന് കണ്ടെത്തും? കിഫ്ബി നിങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്. ആകാശ കുസുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആരോഗ്യ മേഖല മുഴുവൻ പൊളിഞ്ഞിട്ട് മേഖലയിലേക്ക് വരും. അതായത് ഇവിടെയാണ് വി.ഡി. സതീശൻ പറഞ്ഞ നിയോ കേരള മോഡൽ എന്നുള്ളത്. ഞങ്ങൾ പൊതുജനാരോഗ്യ രംഗത്തെ കൈവിട്ട് ഇൻഷുറൻസിലേക്ക് കേരളത്തെ ഏൽപ്പിക്കാൻ പോകുന്നു. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും സ്വകാര്യ ആശുപത്രികളിലേക്കും കേരളത്തെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നാണോ പ്രതിപക്ഷം പറഞ്ഞത്? പ്രതിപക്ഷമാണ് അതിന് മറുപടി പറയേണ്ടത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് 10,000 കോടി രൂപ മാത്രം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ബഡ്ജറ്റ് വിഹിതമുള്ള നമ്മുടെ സംസ്ഥാനത്ത് 12,500 കോടി രൂപയുടെ 12,750 കോടി രൂപയുടെ ഒരു വലിയ ഇൻഷുറൻസ് സ്കീം എങ്ങനെയാണ് പ്രഖ്യാപിക്കുക? അങ്ങനെ ഒരു ഇൻഷുറൻസ് കൊണ്ടുവരുന്നത് കൊണ്ട് കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയ്ക്ക് എന്ത് ഗുണം? ഈ ഇൻഷുറൻസ് സ്വകാര്യ കമ്പനികൾ മാത്രമല്ല, അത് ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്കല്ലാതെ പൊതുജനാരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുമോ? നിങ്ങളുടെ വാർഡിൽ, നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് എത്ര വിഹിതം കിട്ടും? ഇനി താലൂക്ക് ആശുപത്രികൾ മെച്ചപ്പെടുമോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാകുമോ? ജനറൽ ഹോസ്പിറ്റലുകളിൽ ശസ്ത്രക്രിയകൾ നടക്കുമോ? ഹൃദയമാറ്റ ശസ്ത്രക്രിയകളും കരളുമാറ്റ ശസ്ത്രക്രിയകളും നടക്കുമോ? കാത്ത് ലാബുകൾ കൂടുതൽ വരുമോ? പണം എവിടെ നിന്ന് വരും സാർ? ഇതാണ് ചോദ്യം. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്, നേരത്തെ പറഞ്ഞല്ലോ ഈ KSRTCയുടെ കാര്യം. ഞാനൊരു വാചകം വായിക്കാം. KSRTCയെ ലാഭത്തിലാക്കിയതിനു ശേഷമാണല്ലോ ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്. കാരണം KSRTC ഉണ്ടെങ്കിലല്ലേ സൗജന്യം കൊടുക്കാൻ പറ്റൂ. UDFിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞൊരു വാചകം, ടു കോട്ട് ആര്യാടൻ മുഹമ്മദ്, 90 കോടിയോളം മാസാന്തം നഷ്ടം KSRTCക്ക് വരും. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാ ഡൽഹിയിൽ പോകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇതിനെന്തൊരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും. അത് സംഭവിക്കാൻ പോവുകയാണ്. പറഞ്ഞത് UDFിന്റെ കാലത്തെ ആര്യാടൻ മുഹമ്മദ് എന്ന മന്ത്രി. അപ്പോൾ UDFിന്റെ കാലത്ത് പരമാവധി കുളമാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല, 90 കോടി രൂപ നഷ്ടം വരുത്തി വെച്ച UDF വന്നു പറയുകയാണ് ഇപ്പോൾ ലാഭത്തിൽ, LDF സർക്കാരിന്റെ കാലത്ത് ലാഭത്തിലായ KSRTCയിൽ സ്ത്രീകളെ സംബന്ധിച്ച് സൗജന്യ യാത്ര കൊടുക്കും എന്നുള്ളത്. അത് പ്രേക്ഷകർ തീരുമാനിക്കുക. ഒറ്റ കാര്യം കൂടി പറയാം. ഈ വലിയ വികസന പദ്ധതികളുടെ പേരിൽ, കിഫ്ബിയുടെ പേരിൽ നിലപാടെടുത്ത പ്രതിപക്ഷത്തിന് ഇപ്പോൾ കിഫ്ബിയെ കുറിച്ചൊരു മനമാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ അഭിമുഖത്തിൽ പറയുന്നത് കിഫ്ബി പദ്ധതിയൊന്നും നിർത്താൻ പോകുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. എന്തേ ഈ മനമാറ്റം? കിഫ്ബി പദ്ധതി വന്നപ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ആകാശകുസുമം എന്നല്ലേ അങ്ങ് വിശേഷിപ്പിച്ചത്? പ്രതിപക്ഷം വിശേഷിപ്പിച്ചത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്നായിരുന്നില്ലേ? CAGക്കും EDക്കും ഈ കിഫ്ബിയുടെ മുറ്റത്ത് വന്ന് അവർക്കെതിരെ കേസെടുക്കാനും ആരോപണം ഉന്നയിക്കാനുമുള്ള അവസരം തുറന്നു കൊടുത്തത് ഇവിടുത്തെ പ്രതിപക്ഷമല്ലേ? ഇന്ന് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയുടെ അക്കൗണ്ടിലല്ലേ? ഇപ്പോൾ കിഫ്ബിയെ ആ പ്രതിപക്ഷത്തിന് പുച്ഛമില്ല. ഇപ്പോൾ കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല, യാഥാർത്ഥ്യമായി പെരുമ്പളം പാലം പോലെ, തുരങ്കപാത പോലെ, ദേശീയപാത പോലെ, കേരളത്തിൽ യാഥാർത്ഥ്യമായ ഓരോ സ്കൂൾ കെട്ടിടങ്ങൾ പോലെ, ആശുപത്രി കെട്ടിടങ്ങൾ പോലെ ഓരോ MLAയുടെയും വികസന പദ്ധതിയിൽ കിഫ്ബിയുടെ ഒപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ആകാശകുസുമല്ല, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവുമല്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ നിയോ ലിബറലായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒട്ടും ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാശയമേ അല്ല എന്നതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ വലിയ പോരാട്ടമൊക്കെ നടക്കും. ആ പോരാട്ടം ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വികസനം തുടരുക, ആരെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നമ്പേണ്ടത് ആരെ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.